തീർച്ചയായും അഭിലാഷ്, അർജുനോടൊപ്പം തന്നെ അതേ പ്രാധാന്യം കന്നഡ ഉള്ള 2 പേർ ഇത്തരത്തിൽ ഇവിടെ കാണാതായ സാഹചര്യമുണ്ട്. അവരെയും കൂടി കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും നമുക്കൊപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ രക്ഷാദൌത്യത്തിനായി എത്തിയ നിരവധി ആളുകളെ കാണാം. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രക്ഷാപ്രവർത്തനത്തിന് ഈ ദുരന്ത ഭൂമിയിൽ ഉണ്ടായവരാണിവർ. എന്താണ് നിലവിലെ ഒരു സാഹചര്യം ഇവിടെ? നിലവിലെ കരയുടെ ഭാഗത്ത് മിക്കവാറും മണ്ണ് മാറ്റി സെർച്ച് നടത്തിയിട്ടുണ്ട്. സംശയകരമായ എല്ലാ പ്രദേശത്തും നോക്കി നമുക്ക് അവിടെ നിന്ന് ബോഡി കിട്ടിയിട്ടില്ല. ഇനി ബോഡി കിട്ടാൻ സാധ്യതയുള്ളത് ഈ മണ്ണ് ഇടിഞ്ഞ് പുഴയുടെ ഭാഗത്തേക്ക് ചാടിയ ആ പ്രദേശത്താണ്, പുഴയോട് ചേർന്ന് കരയോട് ചേർന്നുള്ള ആ പ്രദേശത്താണ്. ആ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമാണ് നമുക്ക് ബോഡി കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അതിന്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. നീളമുള്ള JCB ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റുന്നതിനുള്ള പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം വളരെ നന്നായി പുരോഗമിച്ചാൽ നമുക്ക് ബോഡി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾ ഇത്രയും പേർ വന്നിട്ടുള്ളത്? കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് ഐഡിയൽ റിലീഫിംഗ് 1992 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാരുണ്ട്. ഓക്കെ, അതാണ്. ഏതായാലും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് മുഴുവൻ സമയം ഇവിടെ ഉണ്ടായവരാണ്. എന്തായാലും ഇന്ന് തെരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരെ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് കയറ്റിവിടുന്നത്. ഇവിടെ വെച്ച് അവർ തടയുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അർജുനെ കണ്ടെത്തും, അതുപോലെ തന്നെ ഈ ലോറി കണ്ടെത്തും എന്നൊക്കെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും അവർ ഇവിടെ തുടരുന്നത്. അർജുനെയും കൊണ്ടേ അവർ തിരിച്ചു പോകൂ എന്നാണ് പറയുന്നത്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വലിയ നേതൃത്വത്തിലുള്ള നേവിയുടെയും സൈന്യത്തിന്റെയും എല്ലാം ഊർജിതമായ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള NDRF ആണ് ഇവരുടെ മേൽനോട്ടം. ഇവരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാലാവസ്ഥ വളരെ അനുകൂലമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കിപ്പോൾ കാണാം. പക്ഷേ ഏത് സമയത്തും മഴ വരും എന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ പ്രവചനാതീതമാണ്. പെട്ടെന്നാണ് അതിശക്തമായ മഴ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ കാലാവസ്ഥ വലിയ പ്രശ്നമില്ലാതുണ്ട്. അതുകൊണ്ട് തന്നെ നാവികസേനയുടെ ഈ തെരച്ചിൽ അതിന് ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ തടസ്സമൊന്നുമില്ല, ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അത്തരത്തിൽ നാവികസേനയുടെ തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അഭിലാഷ്. യെസ്, വിവിധ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുമിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തെരച്ചിൽ ആണ് തുടരുന്നത്. ഇനിയും അർജുനെ ജീവനോടെ ലഭിക്കുമോ എന്നതിൽ സംശയമുണ്ട്. അർജുന്റെ കുടുംബം പോലും ആ പ്രതീക്ഷ കൈവിട്ട പശ്ചാത്തലം ആണ് ഉള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, വലിയ അപകടമായിരുന്നു. ടൺ കണക്കിന് മണ്ണാണ് ഒലിച്ചുപോയത്. അതിനൊരു ഉരുൾപൊട്ടലിന്റെ സ്വഭാവമൊന്നും ആയിരുന്നില്ല, മറിച്ച് മണ്ണിടിയുകയാണ് ചെയ്തത്. ഒരു പ്രദേശം അപ്പാടെ ഇടിഞ്ഞുപോയ ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് എന്തും സംഭവിച്ചിട്ടുണ്ടാകാം. അത് എത്ര സാങ്കേതിക സംവിധാനങ്ങളുള്ള വാഹനമാണ് എന്ന് പറഞ്ഞാൽ പോലും, എത്ര ടൺ തടി അതിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിനെയൊക്കെ തള്ളി മാറ്റാൻ ശേഷിയുള്ള തരത്തിലുള്ള പതനം ആയിരുന്നു ആ മണ്ണിൻ്റേത്. ആ ഒരു മല പൂർണ്ണമായും പതിച്ച, നിലത്തേക്ക് പൂർണ്ണമായും പതിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. റോഡിന് മറുഭാഗത്തുള്ള പുഴ പോലും നികന്നു പോകുന്ന തരത്തിലുള്ള മണ്ണിടിച്ചിൽ ആണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഏത് തരത്തിലായിരിക്കും ഈ അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെ അവസ്ഥ എന്നതൊന്നും അനുമാനിക്കാൻ സാധിക്കാതെ പോകുന്നത്. ഒരു പക്ഷേ ആ വാഹനത്തിന് നല്ല കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, വാഹനം തകർന്നു പോയിട്ടുണ്ടാകാം, വാഹനം വേർപെട്ടു പോയിട്ടുണ്ടാകാം, അതിൻ്റെ ക്യാബിൻ വേർപെട്ടു പോയിട്ടുണ്ടാകാം. ഈ സാധ്യതയൊന്നും ഇപ്പോഴും തള്ളിക്കളയാനാകില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ലോഹഭാഗം കണ്ടെത്തിയാൽ തന്നെ അത് രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തെരച്ചിലിനൊക്കെ കൂടുതൽ ഊർജം പകരുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ ബൂം എക്സ്കവേറ്റർ അടക്കം എത്തിക്കുമ്പോൾ അതിന് വളരെ നീളത്തിലുള്ള ആമുകൾ ആണ് ഉള്ളത്. ബക്കറ്റ് കപ്പാസിറ്റിയും അതിന് കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ദൂരത്തിലേക്ക് ആ കൈകൾ നീളും എന്നുള്ളതാണ്. അങ്ങനെ ആ ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് കൂടുതൽ നീക്കാൻ സാധിക്കുന്നു എന്നതുള്ളതാണ് ഈ ബൂം എക്സ്കവേറ്ററിൻ്റെ പ്രത്യേകത. ബൂം എക്സ്കവേറ്റർ പോലെയുള്ള വലിയ യന്ത്രങ്ങൾ തുടക്കത്തിൽ അവിടേക്ക് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. കാരണം മല വീണ്ടും ഇടിഞ്ഞു വീഴുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകുമായിരുന്നില്ല. അത്രയും വലിയ യന്ത്ര സാമഗ്രികൾ ഉറപ്പിക്കുന്നത്, എത്തിക്കുന്നത്, ആ ഭൂപ്രദേശത്ത് ചലനമുണ്ടാക്കുന്നതൊക്കെ അപകടത്തിന് വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടിയായിരുന്നു കർണാടക സർക്കാർ പറയുന്നത്. പക്ഷേ ഘട്ടം ഘട്ടമായുള്ള തെരച്ചിൽ ആണ്. ഒരു പരിധിവരെയെങ്കിലും മണ്ണ് ഈ ഭാഗത്ത് നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ യന്ത്രഭാഗങ്ങളടക്കം
ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഒരു ഭാഗത്ത് കട ഉണ്ടായിരുന്നു, ചായക്കട ഉണ്ടായിരുന്നു എന്ന് പറയുന്ന റോഡിന്റെ അരികത്ത് അവിടെയും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ആ മണ്ണ് പരിശോധിക്കുകയാണ് ഇപ്പോൾ എക്സ്കവേറ്റർ ചെയ്യുന്നത്. അവിടെ എവിടെയെങ്കിലും ലോറിയുടെ ഭാഗമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മണ്ണ് നീക്കുന്നത്. അതേസമയം